1990-99കളിൽ ആറ്റിങ്ങൽ കോളേജ് ഓഫ് ഇംഗ്ലീഷിനെ ധന്യമാക്കിയ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം. വീണ്ടും പൂവിട്ട വസന്തം. അറിവിന്റെ പൂമരത്തണലിൽ ഒരുപാട് കാലം ചെലവിട്ടവർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടി. വീണ്ടും പൂവിട്ട വസന്തം, ഓമൽക്കലാലയ നിരവധ്യ സുന്ദര നിമിഷങ്ങൾ നൽകിയോരെന്നോർമ്മകൾ. ഇലഞ്ഞികൾ പൂത്തൊരാ തണൽ മരച്ചോട്ടിൽ ഒരുമിച്ചിരുന്നൊരാ സുന്ദരകാലം. വീണ്ടും ഷേക്സ്പിയറും ഇബ്സനും കാളിദാസനുമൊക്കെ തകർത്തുവേത ക്ലാസ് മുറികൾ വീണ്ടും ഇവരുടെ ഓർമ്മകളിൽ നിറഞ്ഞു തുളുമ്പി. ക്ലാസ് മുറികൾ വിട്ട് ജീവിതത്തിന്റെ വിവിധ ബാന്ധാവുകളിലേക്ക് യാത്രയായവർക്ക് ഇത് ധന്യനിമിഷം. വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയവർ പഴയകാല സ്മൃതികളുടെ ആർദ്രതയിലേക്ക് അലിഞ്ഞിറങ്ങി. പോയിപ്പോയ വസന്തത്തിന്റെ വർണ്ണത്തുണ്ടുകൾ വീണ്ടും പെറുക്കിവെച്ച് ഇവർ ഒത്തുകൂടി. ഇത് വെറുമൊരു ഒത്തുകൂടൽ മാത്രമായിരുന്നില്ല. വീണ്ടും പോവിട്ട വസന്തം കനിവിന്റെ കയ്യൊപ്പോടുകൂടിയാണ് ഇവർ അടയാളപ്പെടുത്തിയത്. കനിവിന്റെ കയ്യൊപ്പ് ആലംബഹീനർക്കും ശയ്യാവലംബികളായവർക്കും സാന്ത്വനം പകർന്നു. അന്ധയായ മധ്യവയസ്കയ്ക്ക്, ഹൃദ്രോഗികളായവർക്ക്, വീൽചെയറിലേക്ക് ജീവിതം ചുരുങ്ങിയവർക്ക്, ക്യാൻസർ രോഗബാധിതർക്ക്, ഡയാലിസിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ കൂട്ടായ്മ സഹായമെത്തിച്ചു. സാധുക്കളായ പഠിതാക്കളിലും കലാകാരന്മാരുടെ വിധവകളിലുമൊക്കെ കനിവിന്റെ വർഷമായി ഈ കൂട്ടായ്മ പെയ്തിറങ്ങി. ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ എം പ്രദീപ് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ആശയമായിരിക്കാം ഒരു വലിയ ആശയത്തിലേക്കും ഒരു വലിയ പ്രസ്ഥാനത്തിലേക്കും ചെന്നെത്തുക. ഇന്ന് ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഇന്നിവിടെ നാം വിട്ട ഈ ആശയം നാളെ മറ്റുള്ളവർക്കും അത് പ്രചോദനമായി മാറാനും, കഷ്ടതയനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഇവിടെ നിങ്ങളുടെ സഹായം, നിങ്ങളുടെ കയ്യപ്പറ്റ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് പോലുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒന്നിച്ചുകൂടൽ അത് മറ്റെന്തെങ്കിലും ഒന്നായി തീരണം. അത് വെറും ഒരു ഒത്തുചേരലാകരുത്, അത് ഒന്നിച്ചുകൂടലാകരുത്. പേരിന് വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടി മാത്രം, സൗഹൃദം പങ്കിടാൻ വേണ്ടി മാത്രം, ഓർമ്മകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളതായി അത് മാറരുത്. ആ ഒത്തുചേരൽ കൊണ്ട്, ഒത്തുകൂടൽ കൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ പ്രയോജനം മറ്റൊരാൾക്കുണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു വലിയ ആശയം തന്നെയാണ്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി പ്രതാപൻ നായർ ധനസഹായ വിതരണം നടത്തി. സിനിമാ സീരിയൽ താരങ്ങളായ പ്രിയ മേനോനും വിജയകുമാരിയും വഞ്ചിയൂർ പ്രവീണും ക്യാമറാമാൻ അയ്യപ്പനുമൊക്കെ കനിവിന്റെ കയ്യൊപ്പിന് സാക്ഷികളായി. ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇവർക്ക് മുതൽക്കൂട്ടായി വീണ്ടും പൂവിട്ട വസന്തം. ECV ന്യൂസ് ആറ്റിങ്ങൽ.